ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നോക്കിയത് എന്തായിരുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു, ഇന്ത്യൻ ഭരണഘടന എന്തായിരുന്നു എന്നതായിരുന്നു ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ ആണെന്നാണ്. ഓക്കെ. By the beginning of the 20th century, the Indian national movement had been active in a struggle for independence from British rule for several decades. നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സിലോട്ട് നമുക്ക് എന്താണ് ഒരുപാട് നമ്മൾ ബ്രിട്ടീഷുകാരായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ശേഷമാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയത് അല്ലേ. ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ ദ നാഷണലിസ്റ്റ് ഹാഡ് ഡിവോട്ടഡ് എ ഗ്രേറ്റ് ഡീൽ of the time to imagining and planning what a free India could be like. Under the British, they had been forced to obey rules that they had very little role in making. എന്തൊക്കെയാണ് നമുക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം നമുക്ക് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നമ്മൾ എന്താണ് കുറച്ച് റൂൾസും റെഗുലേഷൻസൊക്കെ നമുക്ക് ഫോളോ ചെയ്തിരുന്നില്ലേ. അവർ പറയുന്ന നിയമങ്ങൾ നമ്മൾ അതുപോലെ അനുസരിച്ച് നിൽക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ അതുപോലെ കുറച്ച് നിയമങ്ങൾ എന്ത് വേണം എന്ന് വെച്ചാൽ, പക്ഷേ ഇന്ത്യ ഫ്രീയോ ആയിരിക്കണം എന്നാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യാനുള്ള നിയമങ്ങൾ നമുക്ക് വേണം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലേ. അപ്പോൾ അതെന്തൊക്കെ ചെയ്യാമെന്നായിരുന്നു നമ്മളെ പല നാഷണലിസ്റ്റ് ലീഡേഴ്സ് നമുക്ക് പല രീതിയിലുള്ള പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് വന്നത്. നോക്കിക്കാം. The long experience of authoritarian rule under the colonial state conveyed India that a free India should be democracy. പല കൊളോണിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, പണ്ടത്തെ രാജവാഴ്ച എന്നൊക്കെ നമുക്ക് പറയാമല്ലോ, രാജഭരണഘടനയായിരുന്നു. അതെല്ലാം മാറ്റി എന്താക്കണം, ഡെമോക്രസി ആക്കണം. ഇൻ എവ്രി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഹാപ്പിൾ, എല്ലാവരും എന്നുവെച്ചാൽ രാജവാഴ്ചയിൽ നമുക്കറിയാം രാജവംശത്തിൽ എങ്ങനെയായിരുന്നു, ഒരുപാട് കാസ്റ്റും ക്ലാസ്സും റിലീജിയനും പരമായിട്ട് ഒരുപാട് അവർക്ക് അവരുടേതായ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നില്ലേ. താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്ന രീതിയിലുള്ളവർക്ക്, ലാൻഡ് ലോഡ്സ്, സെമീന്ദാസ്, അവരൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്ത് ഭരിച്ചുകൊണ്ടിരുന്നവർ. അത് തന്നെയായിരുന്നു മൊണാർക്കി സിസ്റ്റം തന്നെയായിരുന്നു. അതിനെ മാറ്റിയിട്ട് എന്താക്കണം, ഡെമോക്രസി സിസ്റ്റം ആക്കണം. എന്ന് വെച്ചാൽ എല്ലാവരും ട്രീറ്റഡ് ആസ് എ ഈക്വൽ ആൻഡ് ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെൻറ്. എല്ലാവർക്കും എന്തെങ്കിലും ഗവൺമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. What remained to be done that was work out the way in which democratic government could be set up in India and the rule that could determine its functioning. സോ അങ്ങനെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡെമോക്രസി ആയിട്ട് മാറുമ്പോഴത്തേക്ക് എല്ലാവർക്കും എന്തായിരിക്കും, ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടും. ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനോ ഒന്നിനും തന്നെ ഒരവസരങ്ങൾ ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് റൂൾസും റെഗുലേഷൻസൊക്കെ നല്ല ഇതിലൊരു പ്രോപ്പർ ഫങ്ഷന് വേണ്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫ്യൂച്ചേഴ്സായിട്ട് മുന്നോട്ട് പറഞ്ഞത്. ദിസ് വാസ് ഡൺ നോട്ട് ബൈ വൺ പേഴ്സൺ, ഒറ്റൊരു വ്യക്തിയെ കൊണ്ട് ഒരിക്കലും ഒരു കാര്യം എന്നൊരു ടീം വർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അത് ഫുള്ളി സക്സസ്ഫുൾ ആയിരിക്കും അല്ലേ. ഓഫ് കോഴ്സ് ഒറ്റ പേഴ്സണോട് ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നമുക്കൊരു ഇന്ത്യൻ ഭരണഘടനയെ പോലെ വലിയൊരു കാര്യമൊക്കെ ആകുമ്പോൾ എന്താണ്, നോട്ട് ഓൺലി ഡു ദ വൺ പേഴ്സൺ, ഒറ്റൊരു വ്യക്തി എന്നുള്ളതിനേക്കാൾ നല്ലതൊരു ടീം വർക്കായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരു ഗ്രൂപ്പായിട്ട് മുന്നോട്ടൊന്ന് ചെയ്യണം. ബട്ട് by the group around 300 people who became members of the Constitution Assembly. അസംബ്ലിയിൽ ഇപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, 300 പീപ്പിൾസ് ഉണ്ട് in 1946 ഇല്ലേ. ആൻഡ് who meet periodically for the next 3 years the return right Indian Constitution. 3 വർഷം കൂടുമ്പോൾ എന്താണ് ഈ 300 പേഴ്സൺസ് എന്നുള്ളത് നമുക്ക് എലക്ട് ചെയ്ത് വീണ്ടും അവർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ തന്നെ ഇരുത്താം ഇലക്ഷനിലൂടെ. ഇല്ല എങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വെക്കുന്നത്, വോട്ടിംഗ് സിസ്റ്റം, എലക്ഷൻ വരുന്നത്. This members of the Constitutional Assembly had a huge task for them. അവർ എന്താണ് ചുമ്മാണ് അവിടെ കയറിയിരിക്കുന്നത്, ഇല്ല, അവർക്ക് അവരുടേതായ രീതിയിലുള്ള പല ജോലികൾ അല്ലെങ്കിൽ പല ടാസ്കുകളും ഉണ്ട്. The country was made up several different communities who speak different languages. പല കൺട്രീസിലുള്ളവർ എന്താണ് പല ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ബിലോങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ ആൻഡ് ഹാഡ് ഡിസ്റ്റൻറ്റ് കൾച്ചർ. പല റീജിയൻസ് പല കൾച്ചേഴ്സ് ആയിരിക്കും അല്ലേ. നമ്മുടെ ഇപ്പം തന്നെ നമുക്ക് ഓണമാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഈദാവട്ടെ, അത് പല റിലീജിയസ് ആയിട്ട് പരമായിട്ട് വരുന്ന ഒരു കൾച്ചർ ഫെസ്റ്റിവലാണ് അല്ലേ. അത് ആഘോഷിക്കുന്ന മെത്തേഡ് തന്നെ എന്തായിരിക്കും, അത് സെലിബ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെ ആയിരിക്കും അതിൻ്റെതായ അവരുടേതായ ഒരു രീതിയിലായിരിക്കും അല്ലേ. അല്ലാതെ സെയിം എല്ലാത്തിലും ഓണമാവട്ടെ എന്താവട്ടെ എല്ലാത്തിനും സെയിം പ്രൊസീജിയറാണോ അല്ലെങ്കിൽ സെയിം രീതിയിലാണോ പോകുന്നത്, ഇല്ല. ഓരോ കൾച്ചറിനും ഓരോ റിലീജിയസ് പരമായിട്ടുള്ള ആഘോഷങ്ങൾ, സെലിബ്രേഷനാണ് ഉള്ളത്. When the constitution was being written, India was going through considerable
എന്ന് വെച്ചാൽ ഇതൊരു കലഹം ഒന്നും തന്നെ ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നമുക്കറിയാം പാർട്ടീഷൻ ഓഫ് കൺട്രി എങ്ങനെയാണ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാനാണ് വിഭജനം ചെയ്തേക്കുന്നത് അല്ലേ. പാർട്ടീഷൻ ഓഫ് ദ പാർട്ടീഷൻ വിഭജനം അത് ചെയ്തേക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ്. ഓക്കെ, immediate some princely state remained undecided about their futures. ചില അധികം എന്താ പറയുക ഒരു അധികം രാജ്യങ്ങൾ അല്ലെങ്കിൽ അധികം സ്ഥലങ്ങൾ എന്താണ് അൺഡിസൈഡഡ് ആണ്, അവരുടെ ഫ്യൂച്ചേഴ്സിനെ പറ്റി തന്നെ അവർക്ക് അൺഡിസൈഡഡ് ആയിട്ട് കിടക്കുക. കാര്യം ഇന്ത്യയിലാണോ വരുന്നത്, പാകിസ്ഥാനിലാണോ ആ സ്ഥലം വരുന്നത് എന്നറിയാത്തൊരു രീതിയിലുള്ള ചില സ്റ്റേറ്റ്സിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് പറയാം. സോ അവിടെയൊക്കെ സോഷ്യൽ എക്കണോമിക് കണ്ടീഷനൊക്കെ എന്താണ്, വാസ്റ്റാണ് അല്ലേ. പീപ്പിൾ അപ്പിയർഡിനെ അവർക്ക് എന്താ പറയുക അവരുടെ കുറച്ച് പരിഷ്കരണങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. ദ ഫൈനൽ ഡോക്യുമെൻ്റ് ആൾസോ റിഫ്ലക്ട് ദെയർ കൺസേൺ ഓഫ് ദ എറഡിക്കേറ്റിംഗ് പോവർട്ടി ത്രൂ സോഷ്യോ എക്കണോമിക്സ് അല്ലേ. reform as well as emphasizing the crucial role people can choose their representative. അവർക്ക് അവരുടേതായ രീതിയിലുള്ള റെപ്രസെൻറ്റേറ്റീവ് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള അവകാശവും അധികാരവും ആർക്കുണ്ട്, ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ളവർക്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഘട്ടത്തിലോട്ട് നമ്മൾ പോവുകയാണ്. സോ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന എല്ലാ മെമ്പേഴ്സും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ബിക്കോസ് എനിക്കിപ്പോൾ ഓൾറെഡി ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, എന്നിട്ടാണ് ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടെന്നല്ല എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ഓക്കെ, കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫസ്റ്റ് എന്താണ്? ഫെഡറലിസം, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, സെപ്പറേഷൻ ഓഫ് പവർ, ഫണ്ടമെൻ്റൽ റൈറ്റ്, സെക്യുലറിസം. 5 കീ ഫീച്ചേഴ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഫെഡറലിസം, പാർലമെൻ്ററി ഫോം ഓഫ് എ ഗവൺമെൻറ്, സെപ്പറേഷൻ ഓഫ് പവർ, ഫണ്ടമെൻ്റൽ റൈറ്റ്, സെക്യുലറിസം. ഫസ്റ്റ് ഫെഡറലിസം എന്താണെന്ന് നോക്കാം. In India, we have government at the state level and at the center. India enjoy autonomy in exercising power of certain issues subject of a national concern require that all these states follow the laws of the central government. The constitution also specify where each tribe of the government can get money from for the work that it does. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്? ഇന്ത്യ വി ഹാവ് ഗവൺമെൻറ് അറ്റ് സ്റ്റേറ്റ് ലെവലും സെൻട്രൽ ലെവലും ഉണ്ട് അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ഇന്ത്യ എൻജോയ് ഓട്ടോണമസ് എന്താണ്? സ്വയംഭരണം. ഇന്ത്യ എന്തായിരുന്നു? സ്വയം ഭരണത്തിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. സർട്ടൺ ഇഷ്യൂസ് ഓഫ് എ നാഷണൽ കൺസേൺ റിക്വസ്റ്റ്. പക്ഷേ സെൻട്രലിലും സ്റ്റേറ്റിലായാലും തന്നെ എന്താണ്, ചെറിയ ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോസിനായിട്ടായാലും അടിസ്ഥാനപരമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നു? ആ ഒരു പോരായ്മ പാടില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും മണി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്ത് തന്നെ ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ്റിന് ക്യാഷിൻ്റെ എന്തെങ്കിലും ഒരു മണിപരമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ എന്തെങ്കിലും വരികയോ സഹായം വേണമെന്നുണ്ടെങ്കിൽ ആര് സഹായിക്കണം? സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം? സഹകരിച്ച് നിൽക്കണം. അണ്ടർ ഫെഡറലിസം, the state was not merely agent in the federal government by drawn their authority from the constitution as well. A person in India has governed by law policy made by each of these levels of the government. So as usual അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. The different types of government that you just read about consist of a representation who elected by the people. നമുക്കറിയാം ഇലക്ഷനിലൂടെയാണ് എന്താണ് നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു നേതാവിനെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. The Constitution of India granted universal adult suffrage from the citizen. വോട്ടവകാശം
വോട്ടവകാശം എന്താണ്? ഏതൊരു വ്യക്തിക്കും ഉണ്ട്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മളെ ലീഡറിനെ നമുക്ക് സ്വയം തിരഞ്ഞെടുക്കുക, അല്ലാതെ മറ്റൊരാളുടെ ഫോഴ്സിന് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യേണ്ടതല്ലേ. സോ നമുക്ക് ആ പേഴ്സൺ, ഓഫ് കോഴ്സ് ആ പേഴ്സൺ ആപ്റ്റാണ്, ആ ഒരു വ്യക്തി ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ആ ഒരു ലെവലിൽ അയാൾ എത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് ആ പേഴ്സണെ നമ്മൾ എലക്ട് ചെയ്ത് നോമിനേഷനിലൂടെ എലക്ട് ചെയ്ത് നമ്മൾ ആ വ്യക്തിയെ ലീഡറാക്കേണ്ടതാണല്ലേ. When they were making constitution of a members of the Constituent Assembly felt that freedom struggle had prepared the mass of the universal adult, and that is could help encourage a democratic mindset മാനസിക അവസ്ഥ അല്ലേ. ആ വ്യക്തി ആ ഒരു എൻകറേജിലൂടെ, ആ ഒരു മൈൻഡ് സെറ്റിലൂടെ നമ്മൾ നിൽക്കണം. ആൻഡ് ബ്രേക്ക് ക്ലച്ച്, ബലമായി എന്ന് വെച്ചാൽ നമ്മൾ ആരും ബലമായിട്ട് നമുക്ക് എന്ത് ചെയ്ത് പിടിപ്പിക്കരുത്. ട്രഡീഷണൽ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്, ജെൻഡർ, ഹയറാർക്കീസ് നോക്കിയിട്ടൊന്നും ആകരുത് നമ്മളൊരു വ്യക്തിയെ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതിന് ആ ഒരു അർഹനായി ആ ഒരു പൊസിഷനിൽ നിൽക്കേണ്ടതും അങ്ങനെയാണോ? അല്ല. അയാൾ നല്ല വലിയൊരു കാസ്റ്റിലിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വളരെ ക്ലാസ്സിലുള്ള ഒരാളാണ്, ഭയങ്കര സോഷ്യൽ പരമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റസ് പരമായിട്ടും അയാൾ വലിയൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ എന്നിട്ട് നോക്കിക്കൊണ്ടാകരുത് നമ്മളൊരു വ്യക്തിക്ക് വോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു നോമിനേറ്റ് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് വരേണ്ടത്. This means that a people of India have a direct role of electing their representative. Also, every citizen of the country representing his or her social background can also contest the elections. Okay. Next, separation of powers. Separation of power. According to the Constitution, there are 3 organs of government. 3 organs of government ആണ് ഉള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 ഭാഗങ്ങൾ അല്ലേ. These are the legislatory, the executive and the judiciary. എന്തൊക്കെയാണ്? legislatory, executive and judiciary. ഇത് 3ഉമാണ് ഇമ്പോർട്ടൻറ്റ് പവേഴ്സ് എന്ന് പറയാം ഇല്ലേ, അല്ലെങ്കിൽ 3 ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ. The legislature refers to elected representative. The executive is a smaller group of people who are responsible for emanating laws and running the government. This constitution says that each of this organ should exercise different power. ഈ 3 ഓർഗൻ അല്ലെങ്കിൽ 3ന് എന്താണ്? ഡിഫറെൻറ്റ് പവേഴ്സ് ഉണ്ട്. ഈച്ച് ഓർഗൻ ആക്ട് ഹാസ് എ ചെക്ക് ഓഫ് ദ അതർ ഓർഗൻ ഓഫ് ഗവൺമെൻറ് ആൻഡ് ദിസ് എൻഷ്യൂർ ദ ബാലൻസ് ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ഓൾ 3. ഈ 3ൻ്റെ പവർ എന്താണെന്ന് നോക്കാം. ലെജിസ്ലേറ്റർ എന്താണ്? ടു മേക്ക് ലോ, നിയമം ഉണ്ടാക്കുക. എക്സിക്യൂട്ടീവ്, ലോ ഓഫ് ഇംപ്ലിമെൻറ്റ്, എന്താണ്? നിയമം നടപ്പിലാക്കാനുള്ളത് അല്ലേ, നടപ്പിലാക്കുന്നതിനുള്ള നിയമം. ടു എക്സ്പേർട്ട് എന്താണ്? വിദഗ്ധരുടെ നിയമം ഇല്ലെങ്കിൽ ദ സിസ്റ്റം ഓഫ് കോർട്ട്, ലോ ഓഫ് എക്സ്പേർട്ട് എന്ന് പറയാം. ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത് ടു മേക്ക് ലോ, നിയമം ഉണ്ടാക്കൽ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കൽ, നിയമം ഉണ്ടാക്കുക എന്നതാണ്. ഓക്കെ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ഇംപ്ലിമെൻറ്റ് അല്ലേ, നടപ്പിലാക്കാനുള്ള നിയമം എന്താണ്? നമുക്ക് എന്തിനുള്ളതാണ്? നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലേ, അതിന് വേണ്ടിയല്ലേ നമുക്ക് നിയമങ്ങളുള്ളത്. ടു എക്സ്പേർട്ട് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ്? ടു എക്സ്പേർട്ട്, നല്ല സിസ്റ്റം ഓഫ് കോർട്ട്, വിദഗ്ധരുടെ നിയമം എന്ന് വെച്ചാൽ കോർട്ടിലാവട്ടെ അവരുടേതായ രീതിയിലുള്ള നിയമങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ 3 രീതിയിലുള്ള ഓർഗൻസാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ലെജിസ്ലേറ്ററി, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്. Fundamental right has often been referred to as a constituent of the Indian Constitution. Colonial rule had created a certain substance of the state in the mind of the nationalists, and they wanted to ensure that the set of written rights and guard against the misuse of the state power of the ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഈ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ എന്താണ്? കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടല്ലേ, അത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടേൺ ആയിട്ട് തന്നെ അത് എഴുതിയിട്ടുണ്ട്. സോ അത് നമ്മൾ എന്താണ്? നാഷണലിസ്റ്റായിട്ട് എന്തിനായിട്ട് നമ്മളെന്താണ് പാലിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രൊട്ടക്ട്സ് സിറ്റിസൺ എഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആൻഡ് അബ്സല്യൂട്ട് എക്സസൈസ്. ഏകാധിപത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് എന്താണ്? വിവേചനപരമായിട്ടുള്ളതല്ല, എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് ടു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. Okay, this various majority community has also expressed the need for the constitution include right that could protect their group. The constitution also graduates the rights of the majorities against the minority. Majorities നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ
നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആസ് എ ഡോക്ടർ അംബേദ്കർ ആണ് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിനായിട്ട് ആൾ വരുന്നത് അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാദർ എന്ന് തന്നെ പറയുന്ന ആളാണ് ഡോക്ടർ അംബേദ്കർ ആണ്, ബി ആർ അംബേദ്കർ ആണ്. ഹാസ് സെഡ് അബൌട്ട് ദിസ് ഫണ്ടമെന്റൽ റൈറ്റ് ദർ ഒബ്ജക്റ്റ് ഈസ് ടു ഫോൾഡ്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? ഓക്കെ, ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഇൻ ദ എവറി സിറ്റിസൺ മസ്റ്റ് ബി ഇൻ ദ പൊസിഷൻ ഓഫ് ക്ലൈം ദോസ് റൈറ്റ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എവറി സിറ്റിസൺ ഷുഡ് ബി, അവർക്ക് അവരുടേതായ രീതിയിലുള്ള റൈറ്റ്സ്, അവർക്ക് അവരുടേതായ രീതിയിലുള്ള നിയമങ്ങളും അവകാശങ്ങളും ഉണ്ട്. സെക്കൻഡിൽ എന്താണ്? ദിസ് റൈറ്റ് മസ്റ്റ് ബി ബ്ലൈൻഡിങ് അപ്പോൾ എവറി അതോറിറ്റി ദാറ്റ് ഹാസ് ഗോട്ട് ദ പവർ ടു മേക്ക് ലോ. ഇതുണ്ടല്ലോ, എന്താ പറയുക, 1000 കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നത് പോലെ എല്ലാവരുടെ മുന്നിൽ നിയമമായിരിക്കണം ഇല്ലേ? ആ രീതിയിൽ വേണം മുന്നോട്ട് പോവേണ്ടത്. In addition to the fundamental right, that Constitution has a section called Directive Principle of the State Policy. This section was designed by the members of the Constituent Assembly to ensure greater social and economic reforms and to serve as a gate to the independent Indian state institute law policy that help reduce the poverty of the masses. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എന്തൊക്കെയുണ്ട്? പല രീതിയിലുള്ള ഡയറക്റ്റ് പ്രിൻസിപ്പിളുണ്ട് സ്റ്റേറ്റ് പോളിസിയിലല്ല. ഒരു ഡയറക്റ്റായിട്ടൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടൊരു ആക്ഷൻ എടുക്കാനുള്ള നിയമം നമ്മുടെ ഇതിൽ ഉണ്ട്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ഫസ്റ്റ് എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ 6 എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് റൈറ്റ് ടു ഇക്വാലിറ്റി, എല്ലാവർക്കും എന്താണ്? തുല്യ അവകാശം അല്ലേ. ഓൾ പേഴ്സൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാവർക്കും എന്താണ്? ഓൾ പേഴ്സൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് ദാറ്റ് ഓൾ ദ പേഴ്സൺ ഷാൽ ബി ഈക്വൽ പ്രൊട്ടക്റ്റഡ് ബൈ ലോസ് ഓഫ് ദ കൺട്രി. എല്ലാ വ്യക്തികളും നിയമത്തിന് മുന്നിൽ ഒന്നാണ്, പക്ഷേ എന്താണ് അതുപോലെ അവരും എന്താണ് നമ്മുടെ നിയമങ്ങൾ പാലിക്കാനുള്ള ബാധ്യസ്ഥരാണ് ഇല്ലേ. ഇറ്റ് ആൾസോ സ്റ്റേറ്റ് ദാറ്റ് നോ സിറ്റിസൺ ഹാസ് ബീൻ ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ് ഓർ സെക്സ്. എവരി പേഴ്സൺ ഹാസ് ആക്സസ് ടു ഓൾ പബ്ലിക് പ്ലേസ് ഇൻക്ലൂഡിങ് പ്ലേ ഗ്രൗണ്ട്, ഹോട്ടൽസ് ആൻഡ് ഷോപ്സ്. എന്താണ് ഒരു വ്യക്തിയെ നമ്മൾ ആരും തന്നെ എന്താണ് വിവേചനം ചെയ്ത് മാറ്റി നിർത്തിയിട്ടില്ല. അയ്യോ നിനക്ക് നീ ഇന്ന കാസ്റ്റാണ്, നീ ഇന്ന റിലീജിയനാണ്, നീ ഇന്ന രീതിയിലുള്ള ആളാണ് എന്നുള്ള രീതിയിലുള്ളല്ലേ. എല്ലാവർക്കും എല്ലാത്തിനുള്ള അവകാശമുണ്ട് അല്ലേ. ഒരു ഹോട്ടലായിക്കോട്ടെ, ഒരു ഷോപ്പിലായിക്കോട്ടെ, ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, എവിടെ ആയാലും ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഹാസ് എ ഈക്വൽ ലോ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം. This include the right to freedom has a speech and express, the right to form association, the right to move freely and reside in any part of the country, and the right to practice any prohibition, occupation or business. എന്താണ് ഒരു വ്യക്തിക്ക് ഒരു എന്ത് കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് തുറന്നു പറയാനുള്ളൊരു അവകാശമുണ്ട് ഇല്ലേ. ഓക്കെ, മൂവ്ലി ആൻഡ് ഫ്രണ്ട്ലി അവർക്ക് പറയാനുള്ള അവകാശം ഉണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരിടത്ത് വർക്ക് ചെയ്യുന്നതായിട്ട്, ഒരു ബോസിൻ്റെ കീഴിലായിട്ട് ഒരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് റോങ് ആയിട്ട് തോന്നി നമുക്ക് പറയാനുള്ള അവകാശം, അധികാരം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എവിടെയായാലും നമ്മൾ ഒരിടത്തു നിന്ന് എന്താണ് പ്രൊഹിബിഷൻ മാറ്റി നിർത്തിയിട്ടൊന്നും ഒരിടവും ഇല്ല. റൈറ്റ് ടു ഫ്രീഡം ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള അവകാശമാണത്. Right against exploitation. The Constitution prohibits forced labor, employment of children under 14 years old. നമുക്ക് 14 വയസ്സിന് ശേഷം താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? തൊഴിൽ വർക്കിന് ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. Religious freedom is provided to all citizens. Every person has a right to practice, process and proclaim the religion of their choice. ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക മതപരമായ ഒരു അവകാശമാണ്. ഒരു വ്യക്തി ഇന്ന കാസ്റ്റിൽ ജനിച്ചു എന്ന് കരുതി ആ ഒരു റിലീജിയൻ തന്നെ മുന്നോട്ട് പോകണമെന്നില്ല. അപ്പോൾ ആ വ്യക്തിക്ക് മാറണം, എനിക്ക് ഇന്ന റിലീജിയൻ വേണ്ട, എനിക്ക് ആ ഒരു റിലീജിയൻ മതി എന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള അവകാശമാണ് റിലീജിയൻ മാറുക എന്നുള്ളത്. Culture and education right. The Constitution state that all majorities of religious or injustice can step up their own education institution in order to preserve or develop their own culture.
നമ്മുടെ രീതിയിലുള്ള കൾച്ചർ അനുസരിച്ചായിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഒരു രീതിയിലുള്ള ലാംഗ്വേജ് പരമായിട്ടുള്ള മദർ ടങ്ക് ഇപ്പോൾ ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് മദർ ടങ്ക് നമുക്ക് ചൂസ് ചെയ്ത് തന്നെ നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കേണ്ടതാണ്. കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്തൊക്കെയാണ്? ദിസ് അലോ സിറ്റിസൺ ടു മൂവ് ദ കോർട്ട് if they believe that any their fundamental right have been violated by the state. ഇപ്പോൾ നമുക്കൊരു കോർട്ടിൽ നമുക്ക് അവകാശം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് എന്താ പറയുക, നമുക്ക് ഹൈക്കോർട്ടിലോട്ട് സുപ്രീം കോർട്ടിലോട്ട് പോയി നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 6 രീതിയിലുള്ള റൈറ്റ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ മെയിനായിട്ട് പറയുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ഓക്കെ, 6 രീതിയിലുള്ള കൾച്ചർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി which fundamental right will be following the situation violated? If a 30-year-old child is working in a factory മാനുഫാക്ചറിങ് കാർപ്പറ്റ്, 13 വയസ്സുള്ളൊരു കുട്ടി ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതെന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റിൽ സ്ട്രിക്ട്ലി വയലേറ്റഡ് ആണ്, ഇല്ലേ? If a politician in one state decided to not allow laborers from the state to work in her state, എന്താണ്? ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ വിചാരിച്ചുകൊണ്ട് നമുക്ക് പറ്റുമോ ഒരു സ്റ്റേറ്റിലുള്ള അവകാശങ്ങൾ മറ്റൊരു വ്യക്തിക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ളൊരിത് പറ്റില്ല, അല്ലേ? If a group of people are not given permission to open a Telugu medium school, കേരളത്തിൽ നമ്മൾ ഒരിക്കലും എന്താണ് തെലുങ്ക് മീഡിയം സ്കൂൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് സമ്മതിക്കുമോ? ഇല്ല, അതൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്ട്രിക്ട്ലി വയലേറ്റഡ് ആണ്. If a government decided not to promote any officer of the armed force has been a woman, നമുക്കൊരു ഗവൺമെൻറ്റിന് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു ആർമഡ് ഫോഴ്സിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ കൊണ്ടുവരണമെന്ന് നമുക്കൊരു ഗവൺമെൻറ്റിന് ഒരിക്കലും തന്നെ ഡിസൈഡ് ചെയ്യാനോ ഫോഴ്സ് ചെയ്യാനോ സാധിക്കില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താണ്? സെക്യുലറിസം. As a secure state is one in which the state does not officially promote any one religion as a state religion. The constitution play a crucial role in laying out of the ideals that we could, like all citizens, have country adhere to include representative that we elect to rule as. Just like in a game, football changed to constitute law will affect the game. Indian constitution has been amended over the years of reflecting new concern of the polity. എന്താണ് നമുക്ക് നമ്മുടെ ശരിയായ രീതിയിലുള്ള എന്തുണ്ട്? അമെൻഡമുണ്ട്, ഇല്ലേ? അത് നമുക്ക് മാറ്റിമറിക്കാൻ വേണ്ടി പറ്റും. ഒരു ഗെയിമിന് ഒരു റൂൾ മാറ്റുന്ന പോലെ ഒരു ഗെയിമിന് ഒരു റൂൾസ് കാണും, അത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ പല രീതിയിലുള്ള റൂൾസും റിട്ടേൺ ആയിട്ടുള്ള റൂൾസും നമുക്കുണ്ട്. അത് നമ്മൾ പാലിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. ഓഫൺ എ മേജർ ചേഞ്ച് ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻ ചേഞ്ച് ഇൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് കോഴ്സ് ഒരു നാച്ചുറൽപരമായിട്ട് തന്നെ ഫണ്ടമെൻ്റൽ റൂൾസിനും തന്നെ മാറ്റം വരും. ഓഫ് ദ കൺട്രി വി സോ ദിസ് കേസ് Nepal and how needed to adopt a new constitution after became a democracy. നമുക്കറിയാം നേപ്പാളിൽ എന്തായിരുന്നു? മൊണാർക്കി സിസ്റ്റം ആയിരുന്നു, അല്ലേ? അവിടെ എന്താ രാജവംശ സിസ്റ്റം ആയിരുന്നു. അത് മാറിയിട്ട് അവരെന്തായി ഡെമോക്രസിയിലോട്ട് മാറി. നമ്മളത് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സോ I hope you all understand the Indian Constitution. Indian Constitution features എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, then thank you so much for watching my video. Please like, share and subscribe my channel. Thank you.